പുളിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പുളിമരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പുളിയൊക്കെ നമ്മൾ ഇപ്പോൾ അതിൻ്റെ സമയമാണല്ലോ, പുളിയൊക്കെ പറിച്ച് അത് ഉണക്കി നമ്മളത് സൂക്ഷിച്ച് വെച്ചാൽ വർഷങ്ങളോളം നമുക്ക് പുളി സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പുളി ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഇതിപ്പോൾ വാങ്ങിയ പുളിയാണ് കേട്ടോ, അതിനകത്തുള്ള സീഡ് മുഴുവനായി തന്നെ നമ്മൾ കളയാനായിട്ട് കുറച്ച് സമയം മെനക്കെട്ടിരുന്നാലും നമ്മൾ പണിയില്ലാത്ത സമയത്ത് നമ്മളത് ചെയ്യുക കേട്ടോ. സീഡ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പുളി കേടേ വരില്ല. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോളായി നാരങ്ങ വലുപ്പത്ത് ബോളാക്കിയിട്ട് ഞാൻ വെക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യമുള്ള സമയത്ത് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഓരോ ബോൾ എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ബോളാക്കിയതിന് ശേഷം നമ്മളെപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെയോ പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഒന്നും പുളി സൂക്ഷിക്കരുത് കേട്ടോ. ഒന്നില്ലെങ്കിൽ ചില്ലിൻ്റെ കുപ്പി അല്ലെങ്കിൽ ഇതുപോലെ ഭരണിയിൽ നമ്മൾ സൂക്ഷിക്കുക. അതാണ് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് ആദ്യം കല്ലുപ്പിട്ട് കൊടുക്കാം, പിന്നെ അതിലേക്ക് ഇതുപോലെ പുളി കുറച്ചിടുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിതിങ്ങനെ വെച്ചിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പുളി ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനും, അതുപോലെ നമുക്ക് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കുട്ടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു ബോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യം വരുന്ന ആ രീതിയിലുള്ള ഒരു ബോൾ വലുപ്പത്താണല്ലോ നമ്മൾ ആക്കിയിരിക്കണം. ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് എടുക്കാനും അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പുളിയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ.